ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. റിയാക്ട് ചെയ്യുന്നത് 3 പേരെയാണ്. ബിഗ് ബോസ് സീസൺസ് മലയാളം എന്ന് പറയാല്ലേ. ബിഗ് ബോസ് സീസൺ 6 അടുത്ത മാസം 10 തുടങ്ങിയാണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പേരെ റിയാക്ട് ചെയ്യാനുണ്ട്. അത് 3 പേരും ബിഗ് ബോസിന്റെ പല സീസണിലെ രാജാക്കന്മാരാണ്. രാജാക്കന്മാരായത് എങ്ങനെയാണ്? കുറച്ച് ആളുകൾക്ക് അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ്, ഭൂരിപക്ഷത്തിനല്ല, കുറച്ച് ആളുകൾക്ക് മാത്രം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവർ രായക്കന്മാരായത്. അല്ലാതെ ഭൂരിപക്ഷം ആളുകൾക്ക് ഇഷ്ടമാണെന്ന് പറയാൻ സാധിക്കുകയൊന്നുമില്ല. അങ്ങനെയാണ്. ഒരു 100% 40% വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും, ബാക്കി 60% 3-4 ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിന് തുടക്കം വിട്ടത് ഫിറോസാണ്. ബിഗ് ബോസിൽ ഫിറോസും സജിന എന്ന പേരിൽ 2 പേരുമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നു. ഇപ്പോൾ അവർ വേർപിരിഞ്ഞു. ഫിറോസ്, ഡേഞ്ചർ ഫിറോസ് എന്ന് നമ്മൾ പ്രേക്ഷകരിട്ട പേരാണ്. DFK ഡേഞ്ചർ ഫിറോസ് ഖാൻ. DFK പ്രഷർ പോലത്തെയാണ്. ഡേഞ്ചർ ഫിറോസ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തെയാണ് നമ്മൾ പ്രേക്ഷകർ കൊടുത്തു. അദ്ദേഹം ഒരു വീഡിയോ ആദ്യം ചെയ്യുന്നു. ആ വീഡിയോയിൽ വന്നിട്ട് ബിഗ് ബോസ് സീസൺ 6 കുറെ പേർക്ക് ഇതുവരെ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. കാരണം കൺഫർമേഷൻ കൊടുത്താൽ അവർ ടീമായിട്ട് വിളിച്ച് പരസ്പരം പ്ലാൻ ചെയ്തിട്ടൊക്കെ പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കൊടുത്തോ ഇല്ലയോ എന്നുള്ളതായിരുന്നു നമുക്കറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന പോലെ ആളുകൾക്ക് ഉറപ്പും കൊടുത്ത് എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അവര് ആൽത്തും പറയില്ലെന്നുള്ള റൂൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ എഗ്രിമെന്റിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഇവർ ഈ PR ടീമിനെയൊക്കെ ഏൽപ്പിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് മാക്സിമം ഇത് രഹസ്യമായിട്ട് വെക്കാനൊക്കെ പറയുന്നത്. ചിലർക്ക് കൺഫർമേഷൻ കൊടുക്കാത്തൊക്കെ കാര്യം അതാണ്. പുള്ളി പറഞ്ഞൊരു കാര്യം വസ്തുതയാണ്, ശരിയാണ്, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷെ രണ്ടാമത് വേറൊരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ സീസണിലെ റേറ്റിംഗ് ഇല്ലാതെ പോയത് ഇങ്ങനെ ഗ്രൂപ്പ് കളിച്ച് പ്ലാൻ ചെയ്തിട്ടാണ്. കഴിഞ്ഞ സീസണിലെ റേറ്റിംഗ്, എല്ലാ സീസണിലെ റേറ്റിംഗ് എങ്ങനെ ഉണ്ടാവുന്നത് അറിയോ? ഒരു 19 ദിവസം കഴിഞ്ഞിട്ട് കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വെച്ചിട്ടാണ് റേറ്റിംഗ് വെക്കുന്നത്. പൊതുവെ ബിഗ് ബോസ് എന്ന ഷോ ഫസ്റ്റ് സീസൺ അത്യാവശ്യം കൊള്ളാമായിരുന്നു. സെക്കൻഡ് സീസണ് ഓണവില്ല് സീസൺ ആയിരുന്നു. അദ്ദേഹത്തിലേക്ക് വരാം. തേർഡ് സീസൺ അത് ഓണവില്ലായിരുന്നു. ഫോർത്ത് സീസൺ അത് കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു. എങ്ങനെ? ഡോക്ടർ റോബിനെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട്. 5ാമത്തെ സീസൺ ഞങ്ങൾ ആസ്വദിച്ച് കണ്ടതാണ്. ഞങ്ങൾക്ക് നല്ല എന്റർടൈൻമെന്റ് കിട്ടിയ ഷോയാണ്. ഇനിയിപ്പോൾ ഫിറോസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ കുറെ ഡയലോഗ് വെച്ചതിന് മറുപടിയായിട്ട് 5ാമത്തെ സീസണിലെ രാജാവ് അഖിൽ മാരാർ വരുന്നു. ആരാണ് ഈ അഖിൽ മാരാർ എന്നല്ലേ? അദ്ദേഹം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് പറഞ്ഞു പുരുഷ മേധാവിത്വ ഡയലോഗ് അടിച്ച് ബിഗ് ബോസിൽ ഹിറ്റായ ആളാണ്. അദ്ദേഹം പറഞ്ഞ സ്ത്രീ വിരുദ്ധത പച്ചയ്ക്ക് പറഞ്ഞ ആളാണ്. അത് സ്വീകരിക്കാൻ കുറെ ആളുകൾ ഉള്ളതുകൊണ്ടും ഈ പുരുഷ മേധാവിത്വം അക്സെപ്റ്റ് ചെയ്യുന്ന സമൂഹം ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അല്ലാതെ അദ്ദേഹം ബിഗ് ബോസിൽ പോയിട്ട് ഭയങ്കര ഗെയിമെന്നൊന്നും പറയുന്ന രീതിയിലൊന്നുമല്ല. അദ്ദേഹം കുറെ മൈൻഡ് ഗെയിം കളിച്ച് കുറെ പേരെ എതിരായിട്ട് വരാനുള്ളവരെയൊക്കെ അങ്ങ് ടീമാക്കി അവരദ്ദേഹത്തിന്റെ കൂടെ നിന്നു. അദ്ദേഹം നയിച്ച ഒരു സൂപ്പർ ഗെയിം, ആ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിപ്പോയി സെക്കൻഡ് സാധനം എടുക്കുന്ന ഗെയിം ഉണ്ടായിരുന്നു. അത് സൂപ്പറായിരുന്നു. പിന്നെ അഖിൽ മാരാറിനെ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത്? അഖിൽ മാരാറിന് വേണ്ടി പുറത്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടപ്പോഴാണ് അഖിൽ മാരാറിനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു തെറ്റിന്റെ പേരിൽ ക്രൂശിക്കപ്പോഴാണ്. അദ്ദേഹം തെറ്റ് ചെയ്തു, ക്ഷമിക്കാമായിരുന്നു. അതിന്റെ പേരിൽ എല്ലാവരും കൂടെ അഖിൽ മാരാറിന് പങ്കാളിത്തപ്പോഴാണ് പ്രേക്ഷകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അപ്പോഴത്തേനും അദ്ദേഹത്തെ രായവാക്കാൻ വേണ്ടി കുറെ ആളുകൾ അങ്ങ് ഇറങ്ങി തിരിച്ചു. അദ്ദേഹത്തെ രായവാക്കി, അദ്ദേഹം വിജയിച്ചു. അതായിരുന്നല്ലോ സംഭവിച്ചേ. ഇനി ഡേഞ്ചർ ഫിറോസ് ഖാൻ എങ്ങനെയാണ് രാജാവായത്? അദ്ദേഹം ഇതുപോലെ വന്ന ആ സീസണിൽ എല്ലാവരും പാട്ടും ഡാൻസും മാത്രമായിട്ട് പോകുമ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടും. കുറെ ആളുകൾ ദേഷ്യപ്പെട്ട് ട്രിഗർ അയക്കാൻ തുടങ്ങി, മുഖം മൂടി അയക്കുന്ന പേരിൽ. അവസാനം അദ്ദേഹം ഒരു ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് മറ്റൊരു മത്സരാർത്ഥിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏഷ്യാനെറ്റ് ഔട്ടാക്കി വിട്ടേ. പ്രേക്ഷകർ തോട്ടുകൊണ്ടല്ല വിട്ടായ, ഏഷ്യാനെറ്റ് ഔട്ടാക്കി വിട്ടേ. ഇനി ഇതിന് മറുപടിയായിട്ട് വേറൊരാൾ വന്നു. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ രജിത് കുമാർ എന്നാണ്. DRK എന്ന് പ്രേക്ഷകർ പറയും. അദ്ദേഹം വന്നിട്ട് പറയാണ് ഇവരെ ഇപ്പോൾ ഡോക്ടർ രജിത് കുമാറിനെയും അതുപോലെ തന്നെ റിയാസ് സലീം, ഫിറോസ്, ഡോക്ടർ റോബിൻ, ഇത്രയും പേരെ 2 തവണയായിട്ട് അതിനകത്ത് ചലഞ്ചേഴ്സ് ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഇവര് പറയുന്നത് റേറ്റിംഗ് ഇല്ലാത്തതോടെ ചലഞ്ചേഴ്സിനെ വിട്ടത്. ഈ ചലഞ്ചേഴ്സ് എന്നുള്ളത് ബിഗ് ബോസിന്റെ ഒരു തീമാണ്. അത് ഇവരെ അല്ലെങ്കിൽ മറ്റാരെയാണെങ്കിലും വിടും, അത് വേറെ കാര്യം. ഇവർക്ക് കുറച്ച് സ്വീകാര്യത ഉള്ളതുകൊണ്ട്, ബിഗ് ബോസിൽ വന്നുണ്ടാക്കിയ സ്വീകാര്യത ഉള്ളതുകൊണ്ട് ബിഗ് ബോസ് അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ ജയിക് സാർ പറയുന്നത് അദ്ദേഹം റേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കയറ്റി വിട്ടങ്ങ് റേറ്റിംഗ് ഉണ്ടാക്കിയെന്നു. എന്തല്ലേ? റേറ്റിംഗ് ഇല്ലെങ്കിൽ നിങ്ങളെ കയറ്റി വിട്ടാലും റേറ്റിംഗ് ഉണ്ടാവത്തില്ല. അത് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ആ ആളുകൾ കാണാനുള്ളതുകൊണ്ടും അതെടുത്ത് പുറത്തിടാൻ ആളുള്ളതുകൊണ്ടും അത് ചർച്ച ചെയ്യാൻ ആളുള്ളതുകൊണ്ടുമാണ് നിങ്ങളെ കൂടെ വിട്ടത്. അന്നേരം നിങ്ങൾ വന്നിട്ട് റേറ്റിംഗ് ഉണ്ടായതപ്പോഴാ ഡോക്ടർ റോബിൻ വന്ന സീസണിലാണ്, എപ്പിസോഡിലാട്ടോ, എപ്പിസോഡിലാണ് റേറ്റിംഗ് ഉണ്ടായത്, റേറ്റിംഗ് കൂടിയത്. അല്ലാതെ ജയിച്ചാറ് വന്നിട്ടോ
അല്ലെങ്കിൽ ഫിറോസ് വന്നിട്ടോ റിയാസ് വന്നിട്ടോ അഖിൽമാരാണ് തലകുത്തി പറഞ്ഞിട്ടോ ഒന്നും അല്ല. റേറ്റിംഗ് ഉണ്ടായത് ഡോക്ടർ റോബിനാണ്. റോബി ഇതുവരെ വന്നിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാരണം റേറ്റിംഗ് ഉണ്ടായത്. പുള്ളി ഇറങ്ങി വന്നിട്ട് ഏഷ്യാനെറ്റ് വിമർശിച്ച ആ വഴിക്ക് പോയതാ. അപ്പോ രേറ്റ് സാറ് മനസ്സിലാക്കേണ്ടത്, രേറ്റ് സാറ് നിങ്ങൾ എങ്ങനെയാണ് ഹീറോ ആയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ റേറ്റിംഗ് ഇല്ല, ഞങ്ങൾ കണ്ട പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഇറക്കി വിട്ടാൽ, നിങ്ങൾ അവിടെ വന്നിട്ട് ഫ്യൂഡോ സയൻസും പറഞ്ഞു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഇട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പുറത്ത് കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. ഒരു പാവം വെച്ച ഒന്നിന്റെ കണ്ണിൽ മുളകും തെച്ചിട്ട് ഔട്ടായ ആളാണ് നിങ്ങൾ. അയാൾ വന്നിട്ട് റേറ്റിംഗിന്റെ കാര്യം പറയുന്നു. ഇവര് 3 പേരും നിലവിൽ ചെയ്യുന്ന പരിപാടി ഈ യൂട്യൂബിൽ കൂടെ ഇങ്ങനെ കുറെ ആളുകളെ കുറ്റം പറഞ്ഞ് ഫെയിം പിടിച്ചു വെച്ച് ലൈം ലൈറ്റിൽ നിൽക്കുക. ബിഗ് ബോസ് തുടങ്ങാൻ പോവാന്നല്ലോ. ഇവർക്ക് ബിഗ് ബോസ് മത്സരാർത്ഥികളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കിട്ടും, അത് ചർച്ച ചെയ്യും. അതിനുവേണ്ടി കാണിക്കുന്ന പ്രഹസനങ്ങൾ മാത്രമാണ് ഈ കഴിഞ്ഞ സീസണിൽ ഈ അഖിൽമാരാർ അകത്ത് കയറുന്നവരെ ഡോക്ടർ റോബിന് വേണ്ടി ഇഷ്ടം പോലെ ആളുകൾ പോലി കുത്തുമായിരുന്നു. ഇയാൾ അകത്ത് കയറി ഇയാളെ കളി ഇഷ്ടപ്പെട്ടപ്പോൾ റോബിന് സപ്പോർട്ട് ചെയ്ത് അത്രയും പേര് അഖിൽമാരാറിന്റെ കൂടെ ഇരുന്നു. ഈ സീസണിൽ അതുപോലെ ഒരാൾ വരുമ്പോൾ അത്രയും പേര് അങ്ങോട്ട് പോകും. ഒരു സീസൺ കഴിയുന്നവരെ, അടുത്ത സീസൺ തുടങ്ങുന്നവരെ നിങ്ങൾക്കൊക്കെ കാര്യമുള്ളൂ അതല്ലാതെ അത് കഴിഞ്ഞിട്ട് നിങ്ങളാരും പൊക്കി പിടിച്ച് നടക്കാനൊന്നും പോകുന്നില്ല. ആ ഒരു ഭാഗ്യം കിട്ടിയത് ഇപ്പോൾ ഡോക്ടർ റോബിന് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും നിങ്ങളൊക്കെ ഈ കാണിക്കുന്ന കോപ്രായങ്ങളുണ്ടല്ലോ, കാണുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്ന പേരിൽ നമുക്കൊക്കെ ഒരു നാണം വരും. അത് ഞങ്ങൾക്ക് ഉളുപ്പുള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. ഇത്തരം ഗോമാളിത്തരങ്ങൾ യൂട്യൂബിൽ കാണിച്ചോ, നാട്ടുകാർ കണ്ട് ചിരിക്കട്ടെ, നല്ല രസമായിരിക്കും.